ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 25 വ്യാഴാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന മലയാള സിനിമയാണ് സർവമായ. നിവിൻ പോളി നായകനായി അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അജു വർഗീസ്, ജനാർദ്ദനൻ, റിയ ഷിബു, പ്രിറ്റി മുകുന്ദൻ, മധു വാര്യർ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 3 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ GCC വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യ 3 ദിവസം കൊണ്ട് 12,65,00,000 കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തത് 1,85,00,000 രൂപയാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 14,50,00,000 രൂപയാണ്. UAE ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ നിന്ന് ഈ സിനിമ 3 ദിവസം കൊണ്ട് നേടിയെടുത്തത് $1.41 മില്യൺ, അതായത് 12,65,00,000 രൂപ. കേരളത്തിലും GCCയിലും ഒരേ കണക്ക് തന്നെയാണ് 3 ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടിടത്തും കളക്ട് ചെയ്തിരിക്കുന്നത് 12,65,00,000 രൂപ വീതമാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം 8,30,00,000 രൂപയും രണ്ടാം ദിവസം 10,75,00,000 രൂപയും കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ 3-ാം ദിവസമായ ശനിയാഴ്ച ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് 12,90,00,000 രൂപയാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 31,95,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. നിവിൻ പോളി ചിത്രമായ കായംകുളം കൊച്ചുണ്ണി 4 ദിവസം കൊണ്ട് നേടിയെടുത്ത 31,70,00,000 എന്ന റെക്കോർഡ് നേട്ടമാണ് ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ സർവമായ മറികടന്നിരിക്കുന്നത്. ഇനി 4-ാം ദിവസമായ ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം പ്രീസെയിൽ കളക്ഷനായി ഈ സിനിമയ്ക്ക് 2,65,00,000 രൂപ ലഭിച്ചിരുന്നു. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ 18 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 13 കോടി റേഞ്ചിലാണ്. ആദ്യ 4 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 45 കോടി റേഞ്ചിലുമാണ്. ദിലീപിന്റെ ഭയം ഭക്തി ബഹുമാനം അഥവാ ബബ്ബബ്ബ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 2-ാമത്തെ ഞായറാഴ്ച കൂടിയ 11-ാം ദിവസമാണ് പിന്നിടുന്നത്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 24,77,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 11-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 60-65 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ 25,35,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ 11 ദിവസത്തെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നത്തെ കളക്ഷനോടെ ഈ സിനിമ ലോകമെമ്പാടുമായി 45 കോടിയിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കളങ്കാവൽ. ചിത്രം ഇന്ന് 4-ാമത്തെ ഞായറാഴ്ച കൂടിയായ 24-ാം ദിവസത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 23 ദിവസം കൊണ്ട് കേരളത്തിൽ 36,70,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 24-ാം ദിവസം ഇന്ന് ഞായറാഴ്ച കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 16 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 36,86,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ 24 ദിവസത്തെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. അതേസമയം ഇന്ന് മമ്മൂട്ടി കമ്പനി പ്രസിദ്ധീകരിച്ച ഒഫീഷ്യൽ വേൾഡ് വൈഡ് കളക്ഷൻ പോസ്റ്റർ പ്രകാരം ലോകമെമ്പാടുമായി 83 കോടി ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. മോഹൻലാൽ ഇരട്ടവേഷത്തിൽ അഭിനയിച്ച് നന്ദകിഷോർ തിരക്കഥ സംവിധാനം ചെയ്ത തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമ ഋഷഭ തിയേറ്ററിലെത്തിയിട്ട് 4 ദിവസമാണ് പിന്നിടുന്നത്. വ്യാഴം, വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 64 ലക്ഷം രൂപയായിരുന്നു. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. ആദ്യ 4 ദിവസം കൊണ്ട് അങ്ങനെ കേരളത്തിൽ 75 ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 3 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അത് പ്രകാരം 1,38,00,000 രൂപയാണ് ഈ സിനിമ ഇന്നലെ വരെ കളക്ട് ചെയ്യുന്നത്. ഇന്നത്തെ കളക്ഷനോടെ ഈ സിനിമ ലോകമെമ്പാടുമായി 1,60,00,000 റേഞ്ചിൽ എത്തിച്ചേരാനാണ് സാധ്യത. ബാലയ്യ നായകനായി ബോയപതി ശ്രീനു തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 12 തിയേറ്ററിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് അഖണ്ഡ 2. ഈ സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 16 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 105,02,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് നിന്ന് 12,30,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 117,50,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. ശിവരാജ് കുമാർ നായകനായി അർജുൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ കന്നഡ സിനിമയാണ് 45 ദി മൂവി. ഉപേന്ദ്ര, രാജ്ബി ഷെട്ടി, കൗസ്തുഭ മണി, ജിഷു സെൻഗുപ്ത എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. ഈ സിനിമയുടെ കേരള റിലീസിംഗ് ഈ വരുന്ന ജനുവരി 1 ഉണ്ടാകും എന്ന് ഇന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 9,50,00,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 11,20,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഈ 11,20,00,000 രൂപയിൽ 11,15,00,000 രൂപയും കർണാടക കളക്ഷനാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ സംബന്ധമായ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. കിച്ച സുദീപ് നായകനായി വിജയ് കാർത്തികേയ തിരക്കഥ സംവിധാനം ചെയ്ത മാർക്ക് എന്ന കന്നഡ സിനിമ ഡിസംബർ 25 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. നവീൻ ചന്ദ്ര, യോഗി ബാബു, ഗുരു സോമസുന്ദരം, ഡ്രാഗൺ മഞ്ജു എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നേടിയെടുത്തത് 15 കോടി രൂപയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ 17,65,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 14,96,00,000 രൂപയും കന്നഡ കളക്ഷനാണ്. ഈ സിനിമയുടെയും വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.